ഒരു ഫുൾ മീലായിട്ട് കഴിക്കാൻ പറ്റിയ സാൻഡ്വിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ക്ലബ് സാൻഡ്വിച്ച്. ഞാൻ മഹിമാസിമൺ. വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. ക്ലബ് സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ബ്രെഡിൽ കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്യാം. ബ്രെഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് സൈഡ്സ് കളഞ്ഞെടുക്കാം. ഞാൻ അത് കളയാതെ ഫുള്ളായിട്ട് തന്നെ എടുക്കുന്നത്. അപ്പോൾ ക്ലബ് സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോൾ ടോസ്റ്റ് ചെയ്ത് ഉണ്ടാക്കാം, ടോസ്റ്റ് ചെയ്യാതെ പ്ലെയിൻ ബ്രെഡ് വെച്ചിട്ടും ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ടോസ്റ്റ് ചെയ്യുന്നതാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ബട്ടർ അപ്ലൈ ചെയ്യുന്നത്. ഇനി ഇതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഗ്രില്ല് യൂസ് ചെയ്യുന്നവർക്ക് ഗ്രില്ല് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു പാൻ ഹീറ്റ് ചെയ്യുക, വെച്ചിട്ട് നന്നായിട്ട് ഒരു സൈഡ് നന്നായിട്ട് ടോസ്റ്റ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഗ്രില്ല് ചൂടായിട്ടുണ്ട്, ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിനുള്ള ഫില്ലിംഗ് അസംബിൾ ചെയ്യാം. അതിന് വേണ്ടിയിട്ടൊരു ബോൾ എടുക്കാം. ബോളിലേക്ക് 1/2 കപ്പ് പുഴുങ്ങിയ ചിക്കനാണ്. ചിക്കൻ ഇച്ചിരി സോൾട്ടും പെപ്പറും മാത്രം ഇട്ട് വേവിച്ചെടുത്തേക്കുന്നതാണ്. 1/2 കപ്പ് തന്നെ ക്യാബേജും ഇതുപോലെ വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയ ശേഷം വെള്ളത്തിലിട്ട് കുറച്ച് നേരം വെക്കും, അതിന് ശേഷം ഉപയോഗിക്കുന്നതാണ്. 1 ടേബിൾ സ്പൂൺ സവോള സ്ലൈസ് ചെയ്തത് അതുകൊണ്ട് അതിനകത്തേക്ക് ചേർക്കാം. സവോള നമുക്ക് ഇടയ്ക്കൊരു ഫ്ലേവർ കിട്ടും, സവോളയുടെ ആ ഒരു ഫ്ലേവർ കിട്ടാനായിട്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിനകത്ത് വേണമെങ്കിൽ ക്യാരറ്റ് ചേർക്കാം, ക്യാപ്സിക്കം ചേർക്കാം. ഇതിലേക്ക് മയണൈസ് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം. 2 ടേബിൾ സ്പൂൺ ഹീപ്ഡായിട്ട് എടുത്തു, ഒന്ന് കമ്പൈൻ ചെയ്യാം. ഇതിലേക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് സോൾട്ട് ആൻഡ് പെപ്പർ ചേർക്കാം. സോൾട്ട് ഉണ്ടാവും, മയണൈസിൽ ഉപ്പുണ്ട്, നമ്മൾ ഇറച്ചി വേവിക്കാൻ നേരത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ അത് മതിയാവും. പെപ്പർ കുറച്ച് ചേർക്കാം. നമ്മുടെ ഫില്ലിംഗ് റെഡിയാണ്, ചിക്കൻ്റെ ലെയർ റെഡിയാണ്, മാറ്റി വെക്കാം. അടുത്തായിട്ട് നമുക്ക് ബുൾസൈ ഉണ്ടാക്കാനായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് കുറച്ച് ബട്ടർ, ബട്ടർ ബേൺഡ് ആവാണ്ടിരിക്കാനായിട്ട് കുറച്ച് ഓയിലൂടെ ഒഴിക്കുക. ഇതിലേക്ക് ഒരു മുട്ട, കുറച്ച് പെപ്പർ, കുറച്ച് സോൾട്ട് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ചേർക്കുകയാണ്, സ്റ്റീം പോലെ ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ്. ഇത് അടച്ചു വെക്കാം. ഓഫ് ചെയ്യാം. സെറ്റായി. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മേലെ ഒന്ന് സെറ്റാണ്, അകം റണ്ണി എഗ് ആയിരിക്കും കേട്ടോ. ഈ ഒരു പരുവത്തിൽ എടുക്കുക. ക്ലബ് സാൻഡ്വിച്ച് അസംബിൾ ചെയ്യാനായിട്ടുള്ള എല്ലാം റെഡിയാണ്. നമ്മൾ ചിക്കൻ ഫില്ലിംഗ് ഉണ്ടാക്കി, എഗ്ഗ് റെഡിയാണ്. കൂടാതെ ക്യൂക്കമ്പർ, ടൊമാറ്റോ, കുറച്ച് ലെറ്റ്യൂസ്, മയണൈസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് അസംബിൾ ചെയ്യാം. ആദ്യം ഒരു സ്ലൈസ് ഓഫ് ബ്രെഡ്, ഇതിലേക്ക് മയണൈസ് അപ്ലൈ ചെയ്യാം. ഇതിലേക്ക് ലെറ്റ്യൂസ് വെക്കാം. അതിൻ്റെ മേലെ ടൊമാറ്റോയും ക്യൂക്കമ്പറും കൂടെ അറേഞ്ച് ചെയ്യാം. മേലെ ക്യൂക്കമ്പർ വെക്കാം. അടുത്ത സ്ലൈസ് ഓഫ് ബ്രെഡ്,
അതിലും മയണൈസ് അപ്ലൈ ചെയ്യാം. ഇവിടെ നമുക്ക് ചിക്കൻ്റെ ഫില്ലിംഗ് കൊടുക്കാം. അടുത്ത സ്ലൈസ് ഓഫ് ബ്രെഡ് വെക്കുക. അതിലും കുറച്ച് മയണൈസ് അപ്ലൈ ചെയ്യുക. ഇനി എഗ്. ലാസ്റ്റ് ബ്രെഡ് വെച്ച് കവർ ചെയ്യാം. കവർ ചെയ്യുമ്പം ലാസ്റ്റ് സ്ലൈസിൽ ഞാൻ ഇച്ചിരി മയണൈസ് അപ്ലൈ ചെയ്യും. ഇത് റിച്ചാണ്, ഇടയ്ക്കൊരു ചേഞ്ചിനൊക്കെ കഴിക്കാൻ നല്ലതാണ്. നമ്മുടെ ക്ലബ് സാൻഡ്വിച്ച് റെഡിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ചാണ്, നല്ല റിച്ചാണ്, പക്ഷെ നല്ല ഫില്ലിങ്ങുമാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം. എപ്പോഴും സെർവ് ചെയ്യുമ്പോൾ ഒന്ന് നടുക്കൂടെ സ്ലൈസ് ചെയ്യുക, ഡയഗണലി സ്ലൈസ് ചെയ്യുക. അതിനുശേഷം ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയും പൊട്ടറ്റോ ഫ്രൈസിൻ്റെ കൂടെ, ഫ്രഞ്ച് ഫ്രൈസ് അല്ലെങ്കിൽ പൊട്ടറ്റോ വേഫേഴ്സിൻ്റെ കൂടെ ഇത് സെർവ് ചെയ്യാം. ഇതിനി ഒന്ന് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. നമ്മൾ റണ്ണി എഗ്ഗായിട്ടുള്ള പരുവത്തിലാണ് മുട്ട എടുത്തേക്കുന്നത്. അപ്പോൾ അത് അവരവരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് എടുക്കാം. അതിൻ്റെ ലേസ് എല്ലാം ഇൻടാക്റ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് ഒരു സ്ക്യൂവേഴ്സ് കുത്താം. അത്രയും ലേസാണ്. ഫസ്റ്റ് ലെയറിലെ മുട്ട ബ്രേക്ക് ചെയ്തേക്കുന്ന കാണാം. ചിക്കൻ്റെ ലെയർ, ക്യുക്കമ്പർ, ടൊമാറ്റോസ് എല്ലാം കൂടെ നല്ലൊരു പെർഫെക്റ്റ് സാൻഡ്വിച്ചാണ്. ഞാൻ ഇവിടെ പ്ലേറ്റിൽ കുറച്ച് പൊട്ടറ്റോ വേഫേഴ്സ് എടുത്തിട്ടുണ്ട്. അതിനൊപ്പം സെർവ് ചെയ്യാം. കുറച്ച് ടൊമാറ്റോ സോസും കൂടെ എൻ്റെ കൂടെ സെർവ് ചെയ്യാം. റെസ്റ്റോറൻറ്റ്സിലൊക്കെ കിട്ടുന്ന അതേ സ്റ്റൈലാണ് നമ്മൾ ക്ലബ് സാൻഡ്വിച്ച് ഉണ്ടാക്കിയത്. നല്ല ഫില്ലിംഗ് ആണ്, റിച്ചാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ചാണ്. ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.